ഹലോ എവ്രിവൺ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസൈം ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആണ്. അതേപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റി, IU, സ്പെസിഫിക് ആക്ടിവിറ്റി, കെറ്റാൽ ആൻഡ് ടേൺ ഓവർ നമ്പർ. പിന്നെ അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും ഫീച്ചേഴ്സ് ഓഫ് ആക്റ്റീവ് സൈറ്റ് നമ്മളോട് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻസൈം ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എൻസൈം ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 6 ഗ്രൂപ്പ്സ് ആയിട്ട് എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്യാം. 6 ഗ്രൂപ്പ്സിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്ത് നമുക്ക് ഓരോന്നും പെട്ടെന്ന് ഓർക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് OT, H, LY, I, പിന്നെ LI. ഇതിൽ ഓരോന്നും O എന്ന് പറയുന്നത് ഓക്സിഡോ റിഡക്റ്റേസ്, T എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ്, H എന്ന് പറയുന്നത് ഹൈഡ്രലേസ്, LY എന്ന് പറയുമ്പോൾ ലയേസ്, I എന്ന് പറയുന്നത് ഐസോമറേസ്, LI എന്ന് പറയുന്നത് ലിഗേസ്. അപ്പോൾ ഇന്ന് ഓരോന്നും എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. ഡെഫിനിഷൻ ആയിട്ട് പറയാനാണെങ്കിൽ ദീസ് എൻസൈംസ് കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, ഓക്സിജൻ ആറ്റംസ് ഓർ ഇലക്ട്രോൺസ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. പിന്നെ നമ്മൾ നോമൻക്ലേച്ചറിന്റെ കേസിലും കൂടെ അത് വെച്ച് പറയുവാണെങ്കിൽ ഈ ക്ലാസ്സും സബ് ക്ലാസ്സും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ക്ലാസിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും 1 ആയിരിക്കും, ബിക്കോസ് ഓക്സിഡോ റിഡക്റ്റേസ് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ്. സബ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ദ സെക്കൻഡ് ഡിജിറ്റ് ഇൻ ദ കോഡ് നമ്പർ ഓഫ് ഓക്സിഡോ റിഡക്റ്റേസസ് ഇൻഡിക്കേറ്റ് ദ ഡോണർ ഓഫ് ദ റെഡ്യൂസിങ് ഇക്വലൻസ്, അതായത് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഓക്സിഡോ റിഡക്റ്റേസ് എഴുതാം. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. പിന്നെ അവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്തൊക്കെ ഫംഗ്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് ആൽക്കഹോളാണ് അവിടുത്തെ ഹൈഡ്രജൻ അല്ലെ ഇലക്ട്രോൺ ഡോണർ. 2 ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. 3 എന്ന് പറയുന്നത് CH ഏതെങ്കിലും ഒരു ഹൈഡ്രോകാർബൺ. 4 എന്ന് പറയുന്നത് പ്രൈമറി അമീൻ. 5 സെക്കൻഡറി അമീൻ. 6 എന്ന് പറയുന്നത് NADH ഓർ NADPH. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് സത്യം പറഞ്ഞാൽ ഓർത്തിരിക്കണം നിർബന്ധമില്ല. യൂഷ്വലി ജസ്റ്റ് ഓക്സിഡോ റിഡക്റ്റേസ് എന്താണെന്നും അതിലുള്ള എൻസൈമിന് എക്സാമ്പിളും ഓർത്തിരിക്കുക, പിന്നെ അതിൻ്റെ കോഡും അങ്ങനെയും കൂടെ പഠിച്ചിരിക്കുക. കുറച്ച് കോമൺ ആയിട്ടുള്ള എൻസൈംസിൻ്റെ കോഡും ഓർത്തിരിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ അത്രയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. സോ അറിഞ്ഞിരിക്കുക, നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല, അറിഞ്ഞിരിക്കുക. ഒരു ഓക്സിഡോ റിഡക്റ്റേസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് LDH പറയാം, ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ LDHൻ്റെ എൻസൈം നോമൻക്ലേച്ചറിൽ വരുമ്പോൾ അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് 1,1,1,27. അതേപോലെ തന്നെ വേറൊരു എൻസൈം കൂടെ നമുക്ക് പറയാം, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഇവരുടെ എൻസൈം കോഡ് എന്ന് പറയുന്നത് 1,1,1,1 എന്നാണ്. ഒരു 1,1,1 എന്നായതുകൊണ്ട് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ്. ട്രാൻസ്ഫറേസ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ട്രാൻസ്ഫറേസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, അവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയാനാണെങ്കിൽ നമ്പറും പിന്നെ ഈ ആ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഏത് ഗ്രൂപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ്. 1, 2, 3, 4, 7. ഫസ്റ്റ് വൺ കാർബൺ ഗ്രൂപ്പ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. 3 എന്ന് പറയുന്നത് അസൈൽ ഗ്രൂപ്പ്. എന്ന് പറയുമ്പോൾ COR. 4 എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈൽ ഗ്രൂപ്പ്. 4 എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈൽ ഗ്രൂപ്പ്. പിന്നെ 7 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ് ഹെക്സോകൈനേസ്.
ഗ്ലൂക്കോസിനെ G6P ആക്കുന്ന റിയാക്ഷനിലുള്ള കാറ്റലിസ്റ്റ് ആണ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുന്നത് 2711 എന്നാണ്. 2 ട്രാൻസ്ഫറേസ് ഗ്രൂപ്പിൽ വരും, 7 എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ മീനിങ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്ലാസ്സും സബ് ക്ലാസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ OTH. അപ്പോൾ H എന്ന് പറയുമ്പോൾ ഹൈഡ്രോളേസ്. ഹൈഡ്രോളേസ് എന്ന് പറയുമ്പോൾ അഗൈൻ പേര് തന്നെ ഉണ്ട്, ഹൈഡ്രോളിസിസ് കണ്ടക്ട് ചെയ്യുന്നു. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് ബോണ്ട് ഹൈഡ്രലൈസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. 1, 2, 4, 5 എസ്റ്റർ ബോണ്ട്. 1 എന്ന് പറയുന്നത് എസ്റ്റർ ബോണ്ട്, 2 എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, 4 എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട്, 5 എന്ന് പറയുന്നത് CN ബോണ്ട്സ് അതർ ദാൻ പെപ്റ്റൈഡ്. ഓക്കെ, ഇവർക്കൊരു എക്സാമ്പിൾ ഉണ്ട്, വിച്ച് ഇസ് ലിപ്പേസ്. ലിപ്പേസിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് 3 എന്നാണ്. 3, 4, 23, 1 ഇതാണ് ഇവരുടെ എൻസൈം കോഡ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഹൈഡ്രോലൈസ്, 4 എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട് ക്ലീവ് ചെയ്യുന്നു എന്നുള്ളതിന് സിഗ്നിഫിക്കൻസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ LY എന്ന് പറയുമ്പോൾ ലയേസ്. ലയേസ് എന്ന് പറയുമ്പോൾ ബോണ്ട് ക്ലീവ് ചെയ്യുന്നത് തന്നെ, പക്ഷേ വാട്ടർ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡിഫറൻസ്. ഹൈഡ്രോലൈസ് പോലെ തന്നെ ബോണ്ട് ക്ലീവേജ് ഉണ്ട്, പക്ഷേ വാട്ടർ റിലീസ് ചെയ്യുന്നില്ല. ബോണ്ട് ക്ലീവേജ് ബട്ട് നോ റിലീസ് ഓഫ് വാട്ടർ. ഇവർ യൂഷ്വലി ക്ലീവ് ചെയ്യുന്ന ഡബിൾ ബോണ്ട്സ് ഒക്കെയാണ്. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതിന് സിഗ്നിഫിക്കൻ്റ് ആണ്. One, 2, 3, 4. 1 എന്ന് പറയുന്നത് കാർബൺ കാർബൺ ബോണ്ട്, 2 കാർബൺ ഓക്സിജൻ ബോണ്ട്, 3 കാർബൺ നൈട്രജൻ, 4 എന്ന് പറയുന്നത് കാർബൺ സൾഫർ. ഇതിന് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് കാർബോണിക് അൻഹൈഡ്രേസ് പറയാം. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പോൾ 4211. 4 എന്ന് പറയുന്നത് ലയേസ് ഗ്രൂപ്പിൽ വരും, 2 എന്ന് പറയുന്നത് കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി 5th ക്ലാസ് ഐസോമറേസ്. നമ്മൾ ഐസോമേഴ്സ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഐസോമറേസ് എന്ന് പറയുമ്പോൾ ഇന്റർമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് എന്നുള്ളതിന് സിഗ്നിഫിക്കൻ്റ് ആണ്. എൻസൈംസ് കാറ്റലൈസിങ് ഐസോമറൈസേഷൻ പ്രോസസ്സസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻവോൾവ്. ഐസോമറൈസേഷൻ റിയാക്ഷൻസ് ഇവർക്കും സെക്കൻഡ് ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പം ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനെ ഇവർ കാറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അത് നമുക്ക് നോക്കാം. 1, 2, 3, 4. 1 എന്ന് പറയുന്നത് റേസ്മൈസേഷൻ ഓർ എപ്പിമറൈസേഷൻ എന്നുള്ള റിയാക്ഷൻസ് ആണ്. അത് യൂഷ്വലി ഈ എസിമെട്രിക് കാർബണിൽ ഇൻവേർഷൻ നടക്കുമ്പോഴാണ് ഈ റേസ്മൈസേഷൻ ഓർ എപ്പിമറൈസേഷൻ എന്ന് പറയുന്നത്. ടു എന്ന് പറയുന്നത് സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ. സിസും ട്രാൻസും എന്താണെന്ന് നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ. സോ നോക്കണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലർ ഓക്സിഡോ റിഡക്ടേസ്. 4 എന്ന് പറയുന്നത് ഇൻട്രാമോളിക്കുലർ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇവർക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അലാനിൻ റേസ്മേസ് എന്ന് പറയും. ഈ എൻസൈമിൻ്റെ കോഡ് എന്ന് പറയുന്നത് 5111 എന്നാണ്. റേസ്മൈസ് എന്ന് പേര് തന്നെയുണ്ട്. അപ്പം റേസ്മൈസേഷൻ ഓർ എപ്പിമറൈസേഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഈ അലാനിൻ റേസ്മേസ് എന്ന് പറയുന്നത്. 5 ഐസോമറൈസ് ഗ്രൂപ്പിൽ വരും. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ലീഗേസ്.
ലിഗേസ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു എൻസൈമാണ്. ഇപ്പോൾ ഡി എൻ എ ലിഗേസ് ഒക്കെ യൂഷ്വലി ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബോണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈം, ബോണ്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എൻസൈമാണ്. അപ്പം ദീസ് എൻസൈംസ് കാറ്റലൈസ് ദ സിന്തസിസ് ഓഫ് ന്യൂ ബോണ്ട്സ്. ബേസിക്കലി പുതിയ ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നു. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ട് സിന്തസൈസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 1, 2, 3, 4 CO, CS, CN, CC. ഇവർക്ക് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഡി എൻ എ ലിഗേസ് തന്നെ പറയാം. ഡി എൻ എ ലിഗേസിന്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പം 6511 എന്ന് വരും. ഓക്കെ, അപ്പോൾ എൻസൈം ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചറും ഇത്രയേ ഉള്ളൂ. ഞാനതപ്പോൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എൻസൈം ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. എൻസൈം ക്ലാസിഫിക്കേഷനിൽ വരും നമുക്ക് 6 ഗ്രൂപ്പ്സ് ഉണ്ട്. O എന്ന് പറയുന്നത് ഓക്സിഡോറിഡക്ടേസ്, T എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ്, H എന്ന് പറയുന്നത് ഹൈഡ്രോലേസ്, പിന്നെ ലയേസ്, I എന്ന് പറയുന്നത് ഐസോമറേസ്, LI എന്ന് പറയുന്നത് ലിഗേസ്. അപ്പോൾ നമുക്ക് ഓക്സിഡോറിഡക്ടേസ് വെച്ച് തുടങ്ങാം. ഓക്സിഡോറിഡക്ടേസ് എന്ന് പറയുമ്പോൾ അത് യൂഷ്വലി ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഓക്സിഡോറിഡക്ടേസ്. അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പം ആരാണ് ഈ ഹൈഡ്രജൻ അല്ലെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. 1 എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണെങ്കിലാണ്, 2 ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, 3 CH അല്ലെങ്കിൽ ഏതൊരു ഹൈഡ്രോ കാർബൺ, 4 എന്ന് പറയുന്നത് പ്രൈമറി അമീൻ, 5 സെക്കൻഡറി അമീൻ, 6 എന്ന് പറയുന്നത് NADH ഓർ NADPH. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന എൻസൈം LDH ആണ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുന്നത് 11127 എന്നാണ്. 1 എന്ന് പറയുന്നത് ഓക്സിഡോറിഡക്ടേസ് ആണെന്നും സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇതിവിടെ ആൽക്കഹോൾ എന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. വേറൊരു എൻസൈം കൂടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുന്നത് 1111 എന്നാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറേസ് ആണ്. ഇവിടെ ട്രാൻസ്ഫർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നടക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പം ഏത് ഗ്രൂപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. 1 എന്ന് പറയുന്നത് കാർബൺ ഗ്രൂപ്പ്, 2 ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, 3 അസൈൽ ഗ്രൂപ്പ്, 4 എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈൽ ഗ്രൂപ്പ്, 7 എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇവിടെ ഞാൻ തന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹെക്സോകൈനേസ് ആണ്. ഹെക്സോകൈനേസ് ഗ്ലൂക്കോസ് നിന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പോൾ 2711. 2 എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ്, 7 ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രോലൈസ്. ഇവർ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ട് ഹൈഡ്രോലൈസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. 1 എന്ന് പറയുന്നത് എസ്റ്റർ ബോണ്ട്, 2 ഗ്ലൈക്കോസിഡിക് ബോണ്ട്, 4 പെപ്റ്റൈഡ് ബോണ്ട്, 5 കാർബൺ നൈട്രജൻ ബോണ്ട്സ് അതർ ദാൻ പെപ്റ്റൈഡ്. ഇവിടെ ഞാൻ തന്ന എക്സാമ്പിൾ ലിപ്പേസ് ആണ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പോൾ 3, 4, 23, 1. 3 എന്ന് പറയുമ്പോൾ ഹൈഡ്രോലൈസ്, 4 എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ക്ലീവ് ചെയ്യുന്നു എന്നുള്ളതിനാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലയേസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോലൈസ് പോലെ തന്നെയാണ്, പക്ഷേ അവിടെ വാട്ടർ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ ബോണ്ട് ക്ലീവേജ് ഇസ് ഇൻവോൾവ് ബട്ട് നോ റിലീസ് ഓഫ് വാട്ടർ ഓക്കേഴ്സ്. ഇവർ യൂഷ്വലി ഡബിൾ ബോണ്ട്സ് ഒക്കെയാണ് ക്ലീവ് ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം 1 എന്ന് പറയുന്നത് കാർബൺ, 2 കാർബൺ ഓക്സിജൻ, 3 കാർബൺ നൈട്രജൻ, 4 കാർബൺ സൾഫർ. ഇവിടെ തന്ന എക്സാമ്പിൾ കാർബോണിക് അൻഹൈഡ്രേസ് ആണ്. അവരുടെ എൻസൈം കോഡ് എന്ന് പറയുന്നത് 4211. 4 എന്ന് പറയുന്നത് ലയേസ് ആണ്, 2 എന്ന് പറയുന്നത് കാർബൺ ഓക്സിജൻ ബോണ്ട്. ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസോമറൈസ്. ഇവർ ഐസോമറൈസേഷൻ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് എപ്പിമറൈസേഷൻ ഓർ റൈസമൈസേഷൻ, 2 സിസ്ട്രാൻസ് ഐസോമറൈസേഷൻ, 3 ഇന്റർമോളിക്കുലർ ഓക്സിഡോറിഡക്ടേസസ്, 4 ഇൻട്രാമോളിക്കുലർ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. ഇവിടെ തന്ന എക്സാമ്പിൾ അലനിൻ റൈസ്മൈസ്. പേര് തന്നെ ഉണ്ട്. അപ്പം എൻസൈം സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. അപ്പോൾ ഇവരുടെ എൻസൈം കോഡ് 5111. ഈ ബാക്കിയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും വേറെയുള്ള സബ് ക്ലാസ് ആണ്, നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ലാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലിഗേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബോണ്ട് ഫോം ചെയ്യുന്നത്, ബൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ദീസ് എൻസൈംസ് കാറ്റലൈസ് ദ റിയാക്ഷൻ ഓഫ് ന്യൂ ബോണ്ട്സ്. ഇവരുടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഏത് ബോണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. 1 എന്ന് പറയുന്നത് കാർബൺ ഓക്സിജൻ, 2 എന്ന് പറയുന്നത് കാർബൺ സൾഫർ, 3 എന്ന് പറയുന്നത് കാർബൺ നൈട്രജൻ, 4 എന്ന് പറയുന്നത് കാർബൺ. ഇവിടെ ഞാൻ എക്സാമ്പിൾ തന്നത് DNA ലിഗേസ് ആണ്. അതിൻ്റെ എൻസൈം കോഡ് എന്ന് പറയുമ്പോൾ 6511. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എൻസൈം ക്ലാസിഫിക്കേഷൻ നോമൻക്ലേച്ചറിനെ കുറിച്ച് പറയാൻ. ഇനി ഞാൻ യൂണിറ്റ്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റി പറയാം. ഇത് ഞാൻ പറയുന്നത് വെച്ച് കംപ്ലീറ്റ് ഡെഫിനേഷൻ എഴുതിയെടുക്കുക, കാരണം ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് IU അഥവാ ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്നാണ്.
അപ്പം one IU എന്ന് പറയുമ്പോൾ it is the amount of enzyme that catalyzes 1 micromolar of substrate per minute under defined conditions എന്ന് പറയുമ്പോൾ 1 IU it is the amount of enzyme ആണല്ലോ നമ്മളിവിടെ യൂണിറ്റ് നോക്കുന്നത്. So it is the amount of enzyme that catalyzes 1 micromolar of substrate per 1 minute under defined conditions. Constant condition. അത് നമ്മളിപ്പോൾ ഏത് ഡെഫിനിഷൻ യൂഷ്വലി ഏത് യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ പറയാനെടുത്താൽ എപ്പോഴും ഒരു ഡിഫൈൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കണ്ടീഷനിലാണ് നമ്മളെപ്പോഴും പറയുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1 international unit അല്ലെങ്കിൽ 1 IU, it is the amount of enzyme that catalyzes 1 micromole of substrate per minute under defined conditions. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കറ്റാൽ. കറ്റാലിലേക്ക് വരുമ്പം 1 കറ്റാൽ or 1 cat, it is the amount of enzyme that converts 1 mole of enzyme. Sorry, it is the amount of enzyme that converts 1 mole of substrate per second. ഇതാണ് 1 കറ്റാലിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ 1 കറ്റാൽ എന്ന് പറയുമ്പോൾ it is the amount of enzyme that catalyzes 1 mole of substrate per second. ഇവരുടെ യൂസ് എന്ന് പറയുന്നത് ഇത് യൂഷ്വലി വെരി പ്രിസൈസ് എൻസൈമോളജി റിയാക്ഷൻസ് അല്ലെങ്കിൽ വെരി പ്രിസൈസ് എൻസൈമോളജി ടെസ്റ്റിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ യൂസിങ് ക്ലിനിക്കൽ എൻസൈം അസേസ്. പിന്നെ നമുക്കിവിടെ ഒരു റിലേഷനും പറയുന്നുണ്ട്. അതായത് ഈ ഇൻ്റർനാഷണൽ യൂണിറ്റും കറ്റാലും തമ്മിലുള്ളൊരു റിലേഷനാണ് 1 IU is equal to 16.67 നാനോ കറ്റാൽ. ഇതും ഓർത്തിരിക്കുക. വേണമെങ്കിൽ രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്പെസിഫിക് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി എൻസൈം ആക്ടിവിറ്റി പെർ മില്ലിഗ്രാം ഓഫ് ടോട്ടൽ പ്രോട്ടീൻ. അപ്പം എൻസൈം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണല്ലോ. അപ്പം അതിനകത്ത് അപ്പോൾ ഈ എൻസൈം കൂടാതെ ബാക്കി വേറെ പ്രോട്ടീനും കാണാം. അപ്പം ആ ടോട്ടൽ പ്രോട്ടീനിൽ എത്രത്തോളം എൻസൈം ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടിയുള്ളൊരു മെഷറാണ് ഈ സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി എൻസൈം പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് ആക്ടിവിറ്റി എത്രത്തോളം കൂടുതലാണോ അത്രയും പ്യുവർ ആണ് എൻസൈം എന്ന് നമുക്ക് പറയാം. ഈ സ്പെസിഫിക് ആക്ടിവിറ്റിക്ക് ഒരു ഫോർമുലയുണ്ട്. എൻസൈം ആക്ടിവിറ്റി ഇൻ IU ബൈ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ. അത് മില്ലിഗ്രാമിൽ എടുക്കാം. സ്പെസിഫിക് ആക്ടിവിറ്റി എത്രത്തോളം കൂടുതലാണോ അത്രയും പ്യൂരിറ്റി കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ടേൺ ഓവർ നമ്പർ. ടേൺ ഓവർ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് that is converted to product per enzyme molecule per second. ഇതാണ് ടേൺ ഓവർ നമ്പറുടെ ഡെഫിനിഷൻ. അപ്പം ടേൺ ഓവർ നമ്പർ എന്ന് പറയുമ്പോൾ കെ ക്യാറ്റ് ഇസ് ഈക്വൽ ടു വിമാക്സ് ബൈ ET. വിമാക്സ് ET ഒക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിമാക്സ് എന്ന് പറയുമ്പോൾ മാക്സിമം വെലോസിറ്റി അറ്റൈൻ, ET എന്ന് പറയുമ്പം ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷനാണ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. കാറ്റലേസിൻ്റെ ടേൺ ഓവർ നമ്പർ എന്ന് പറയുമ്പോൾ 10⁹ per second എന്നാണ്. അതേപോലെ തന്നെ കാർബോണിക് അൻഹൈഡ്രേസ് ഇതിൻ്റെ 10⁶ അപ്രോക്സിമേറ്റ് ആണ്. 10⁶ per second എന്നാണ്.
ഇവരൊക്കെയാണ് സം ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈംസ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റിയെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആൻഡ് ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ എപ്പോഴും അറിഞ്ഞിരിക്കണം. E+S റിവേഴ്സിബിൾ ആരോ ആണ്. കാരണം എൻസൈം സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്തിട്ട് വേണേ അത് വീണ്ടും റിലീസ് ചെയ്യാം. എന്തെങ്കിലും കൺഫർമേഷൻ ചേഞ്ച് ഫേവറബിൾ ആവാതെയോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് ചിലപ്പോൾ അത് ഡിറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇനി പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലും ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഗിവ്സ് ES. ഗിവ്സ് ഇത് കഴിഞ്ഞുള്ളത് റിവേഴ്സിബിൾ അല്ല, സിംഗിൾ ആരേ ഉള്ളൂ. ES ഇവിടെ നമുക്ക് E+P എന്ന് എഴുതാം. വേണമെങ്കിൽ EP എന്ന് എഴുതിയിട്ട് അവിടുന്ന് വീണ്ടും റിലീസ് ചെയ്യുന്ന രീതിയിൽ എഴുതാം. പക്ഷേ ഇറ്റ്സ് ഫൈൻ, ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് റേറ്റ് കോൺസ്റ്റൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. K1, K-1, K2. ഇത് ഞാൻ മിക്കേലിസ് മെന്റൻ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് ഈ റിയാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതിന് പല തിയറിയും നമുക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പഠിക്കാനുണ്ട്. ചിലതെന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ഫിറ്റ്, ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്, പിന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോയിലേക്ക് വെച്ചേക്കാം. തൽക്കാലം ഇപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ ഡീറ്റെയിലിൽ ഈ പോർഷനിൽ പോകാനില്ല. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ആക്റ്റീവ് സൈറ്റ്. ഫീച്ചേഴ്സ് ഓഫ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 ഫീച്ചേഴ്സ് പറയാം. അത് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ അതിൽ പറയാൻ പറ്റുക എന്ന് വെച്ചാൽ ഇപ്പം ഈ ഡിഫറെൻറ്റ്, അതായത് അത്യാവശ്യം നല്ല ദൂരെയുള്ള റെസിഡ്യൂസ്, ഇപ്പം 20th അമിനോ ആസിഡും 200th അമിനോ ആസിഡും കൂടെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങർ ബോണ്ട് കാണും കമ്പയർഡ് ടു 21 and 25. അപ്പം ആ ഒരു ബേസിസിൽ ഫോം ചെയ്യുന്ന ഒരു 3 dimensional ക്ലെഫ്റ്റ് ആണ് ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ the active site takes up a small part of the total volume of the enzyme. I mean, obviously, ഒരു 3 dimensional ക്ലെഫ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും ഈ എൻസൈമിൻ്റെ ഒരു ചെറിയ പാർട്ട്, ഒരു ചെറിയ വോളിയം ടേക്കപ്പ് ചെയ്യും. Third point എന്ന് പറയുമ്പോൾ active sites are unique microenvironments. In all enzymes of known structure, active sites are shaped like a cleft or crevice to which substrate bind. ഇപ്പോൾ നമ്മൾ ലോക്ക് ആൻഡ് കീ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ഫിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടത്തേക്ക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്ന്, ഇപ്പോൾ ലോക്ക് ആൻഡ് കീയുടെ കേസിലാണെങ്കിൽ ഓരോ സബ്സ്ട്രേറ്റിനും ഓരോ ആക്റ്റീവ് സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെന്ന് ബൈൻഡ് ചെയ്യാൻ, അതായത് ഒരു പർട്ടിക്കുലർ കൺഫർമേഷൻ കാണും, ആ കൺഫർമേഷനിൽ ചെന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറൊരു സബ്സ്ട്രേറ്റിന് ചുമ്മാ ഒന്ന് വേറൊരു എൻസൈമിൽ കയറാൻ പറ്റത്തില്ല. ഓരോ എൻസൈമും സ്പെസിഫിക് ആണ് ഇന്ന സബ്സ്ട്രേറ്റിന് അനുസരിച്ച്. അപ്പം അതാണ് ആക്റ്റീവ് സൈറ്റ്സ് ആർ യുണീക് മൈക്രോ എൻവയൺമെന്റ്സ്. ഇൻ ഓൾ എൻസൈംസ് ഓഫ് നോൺ സ്ട്രക്ചർ, ആക്റ്റീവ് സൈറ്റ്സ് ആർ ഷേപ്ഡ് ലൈക്ക് എ ക്ലെഫ്റ്റ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ സബ്സ്ട്രേറ്റ്സ് ആർ ബൗണ്ട് ടു എൻസൈംസ് ബൈ മൾട്ടിപ്പിൾ വീക്ക് അട്രാക്ഷൻസ്. ഈ സബ്സ്ട്രേറ്റ് എൻസൈമിലേക്ക് ബൈൻഡ് ചെയ്യണമല്ലോ, ആ ബൈൻഡ് ചെയ്യുന്നത് ഓരോ വീക്ക് അട്രാക്ഷൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് പറയാം. നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻസ് പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട്, വാൻ ഡെർ വാൾസ് ഫോഴ്സ്, അയോണിക് ബോണ്ട്, ഇതെല്ലാം അതിൽ വരും. Substrate is bound to active site by weak interactions. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ the specificity of binding depends on the precisely defined arrangement of atoms in an active site. നമുക്ക് ഈ വീക്ക് ഇൻട്രാക്ഷൻസ് ഫോം ചെയ്യാനുള്ളൂ. ഈ വീക്ക് ഇൻട്രാക്ഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഈ ആറ്റംസിൻ്റെ പ്രിസൈസ് അറേഞ്ച്മെൻറ്റ് വെച്ചാണത് പ്രോപ്പറായിട്ട് നടക്കുന്നത്. അപ്പം എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻസൈമിന് ഒരു ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റിന് വെറുതെ ചെന്ന് ബൈൻഡ് ചെയ്ത് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ എൻസൈമിനും സ്പെസിഫിക് ആണ്.
അപ്പം അതിനനുസരിച്ചുള്ള സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യൂ. അങ്ങനെ ആ ഫേവറബിൾ റിയാക്ഷനിലേക്ക് ആ നടക്കേണ്ട റിയാക്ഷൻ മാത്രമേ അവിടെ നടക്കൂ. അല്ലാതെ ഇപ്പോൾ വേറൊരു സബ്സ്ട്രേറ്റ് വെറുതെ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ റിയാക്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഇൻഹിബിഷൻ നടക്കുന്നത്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനൊക്കെ യൂഷ്വലി അങ്ങനെയാണ് നടക്കുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിസിറ്റി ഡിപ്പെൻസ് ഓൺ precise arrangements of atoms in an active site. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ആക്റ്റീവ് സൈറ്റ്. അതിന് മുമ്പ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പറഞ്ഞു. അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇൻഡ്യൂസ്ഡ് വിത്ത് ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് മോഡൽസ്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് പറയാം. പിന്നെ നമ്മൾ യൂണിറ്റ്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ തന്നെയാണ് നമ്മൾ എൻസൈം ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും പറഞ്ഞത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.